നിങ്ങൾ BSc പഠിച്ചിട്ടുണ്ടായിരിക്കും ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് DD ട്രാൻസിഷൻ ടൈപ്പ് സ്പെക്ട്രാസ് ആണ്. അനദർ സ്പെക്ട്ര അറൈസിംഗ് ഫ്രം ദ ചാർജ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ചാർജ് ട്രാൻസ്ഫർ. അത് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആവാം. But the transitions involve the electron transfer from one part of the complex. അപ്പോൾ നമുക്കറിയാം കോംപ്ലക്സിൽ മെറ്റൽ പാർട്ടും ഉണ്ട് ലിഗാൻഡ് പാർട്ടും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്ന സമയത്താണ് നമുക്ക് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര കിട്ടുന്നത്. More specifically, an electron moves from an orbital, mainly in ligand character, to one that is metal in character. അപ്പോൾ ലിഗാൻഡിൽ നിന്നും ഓർബിറ്റലിൽ നിന്നും മെറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. അതേപോലെ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ ലിഗാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മെറ്റൽ ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. അപ്പൊ അതിനെ MLCT എന്നും LMCT എന്നുമാണ് പറയാറുള്ളത്. അപ്പം എവിടെ നിന്ന് എങ്ങോട്ടുള്ളതെന്നാണ് ഈ ഓർഡർ കാണിക്കുന്നത്. ഓക്കെ. So unlike DD transition, charge transfer transition എന്ന് പറയുന്നത് it is a fully allowed transition ആണ്. Hence give rise to intense absorption. When this absorption falls in the visible region, they produce rich color. അപ്പോൾ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ വരുന്ന കേസസ് ഒക്കെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇന്റൻസ് കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ KMnO4 അത് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ കാരണമാണ് കളേർഡ് ആയിരിക്കുന്നത്. അപ്പോൾ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ മേ ബി considered as a redox process, internal redox process ആണ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എക്സ്ചേഞ്ച് കാരണമാണ് ഈ പ്രോസസ് നടക്കുന്നത്. സോ അവിടെ ഒരു റെഡോക്സ് റിയാക്ഷൻ, എന്തായാലും ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരാൾക്ക് ഇലക്ട്രോൺ കിട്ടും, ഒരാൾക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യണം. അപ്പോൾ സോ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ റെഡോക്സ് പ്രോസസ്. അപ്പോൾ LMCT എന്താണെന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫ്രം ലിഗാൻഡ് ടു മെറ്റൽ വി റിക്വയർ മെറ്റൽ വിത്ത് റിലേറ്റീവ്ലി ഹൈ അയണൈസേഷൻ എനർജി. അപ്പോൾ LMCT നടക്കുന്നതെങ്കിൽ ലിഗാൻഡ് ടു മെറ്റൽ ആണ്. അപ്പൊ മെറ്റൽ ഓർബിറ്റൽസിന്റെ എനർജി കുറവായിരിക്കണം വെൻ കമ്പയർഡ് വിത്ത് ലിഗാൻഡ് ഓർബിറ്റൽസ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് LMCT പറയുമ്പോൾ ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് ഹൈ അയണൈസേഷൻ എനർജി ഉള്ളതായിരിക്കും. So that it would have empty orbitals of a fairly low energy. Good candidates will be the transition or a post transition. അപ്പോൾ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് നമ്മൾ മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത് കൂടുതലും ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ട്രാൻസിഷൻ ആയിരിക്കും. പോസ്റ്റ് ട്രാൻസിഷൻ ആയിരിക്കും. മെറ്റൽസ് എന്ന് പറയുന്നത് ദിസ് ഹാവിംഗ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഐഡിയൽ ലിഗാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി നോൺ മെറ്റൽ ആയിരിക്കും, വിത്ത് ലോ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളതായിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ഫിൽഡ് ഓർബിറ്റൽസ്. അപ്പൊ ലിഗാൻഡ്സിന് എപ്പോഴും ഫിൽഡ് ഓർബിറ്റൽസ് ആണ്. മെറ്റൽസിന് എന്ന് പറയുന്നത് വേക്കന്റ് ഓർബിറ്റൽസും ആയിരിക്കും. യൂഷ്വലി chalcogenides or heavy halides are good ligands. Chalcogenides or heavier halides are good ones. The result of such metal ligand combination would be that orbitals involved in the ligand to metal charge transition processes would be close enough to energy that the transition would be induced by a photon in the visible or near UV region. അപ്പോൾ ഇങ്ങനത്തെ മെറ്റൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ട്രാൻസിഷൻ ആയിരിക്കും. ലിഗാൻഡ്സ് എന്ന് പറയുന്നത് ചാക്കോജനൈഡ്സ് അല്ലെങ്കിൽ ഹെവി ഹാലൈഡ്സ് ആയിരിക്കും. ദേ ആർ ഹാവിംഗ് ഹയർ ഫിൽഡ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. ലിഗാൻഡ്സിന് മെറ്റലിനാണെങ്കിൽ വേക്കന്റ് ഓർബിറ്റൽസും ആയിരിക്കും ഉള്ളത്. അപ്പൊ അവരുടെ എനർജീസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു
ഇനിഷ്യേഷൻ ഒരു ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ the electrons will get a transfer to lower energy orbital. അങ്ങനത്തെ ട്രാൻസിഷൻ ആണ്, അലൗഡ് ട്രാൻസിഷൻസ് ആണ്. അതുകൊണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇന്റൻസ് കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ എപ്പോഴും CT ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇൻട്രാ മോളിക്കുലർ ട്രാൻസിഷൻസ് ആണ്. ഇൻട്രാ മോളിക്കുലർ ട്രാൻസിഷൻസ് ആയിരിക്കും. The electronic transition from orbital localized mainly on atom to orbital localized mainly of other atom. അപ്പൊ അങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നത് ലിഗാൻഡ് ഓർബിറ്റലിൽ നിന്നും മെറ്റൽ ഓർബിറ്റലിലേക്ക്. ഇപ്പൊ ലിഗാൻഡ്സ് എന്ന് പറയുന്നത് യൂഷ്വലി O2 മൈനസ്, Cl മൈനസ്, Br മൈനസ്, I മൈനസ് എന്നീ ലിഗാൻഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ D0 കോംപ്ലക്സ് there can be no D0 കോംപ്ലക്സിൽ എന്ന് പറയുന്നത് DD ട്രാൻസിഷൻസ് അലൗഡ് അല്ല. MnO4 മൈനസ്, ഇവിടെ Mn എന്ന് പറയുന്നത് 7+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് D0 കോൺഫിഗറേഷൻ ആണ്. there is a low energy O2 മൈനസിൽ നിന്നും Mn7+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. This process causes a purple color to MnO4 minus. Ligand to metal charge transfer transition ഒരു എക്സാമ്പിൾ ആണ് MnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് MLCT നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ ആണ്. അപ്പൊ ലിഗാൻഡ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഹാവ് എ സ്റ്റേബിൾ ബട്ട് എംപ്റ്റി ഓർബിറ്റൽസ്. അപ്പൊ ഇവിടുത്തെ മെറ്റലിൽ നിന്ന് ലിഗാൻഡിലേക്കാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്, മെറ്റൽ ടു ലിഗാൻഡ്. അപ്പോൾ മെറ്റൽ ഓർബിറ്റൽസ് ഫീൽഡും ലിഗാൻഡ് ഓർബിറ്റൽസ് വേക്കന്റും ആയിരിക്കും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ലിഗാൻഡ്സ് എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, പൈ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും ഇവിടുത്തെ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓർഗാനിക് ലിഗാൻഡ്സ് ലൈക്ക് പിരിഡീൻ, അപ്പൊ നമുക്ക് കോംപ്ലക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൽ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ ആണോ അല്ലെങ്കിൽ മെറ്റൽ ടു ലിഗാൻഡ് ആണോ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡ്സ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്ത പൈ അക്സെപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസ് ഒക്കെ ആണെങ്കിൽ യൂഷ്വലി മെറ്റൽ ടു ലിഗാൻഡ് ആയിരിക്കും നടക്കുക. ഹാലജൻസ് ആണെങ്കിൽ ലിഗാൻഡ് ടു മെറ്റൽ ആയിരിക്കും നടക്കുക. ഇപ്പൊ പിരിഡിൻ, ബൈപിരിഡിൻ പോലുള്ള വലിയ വലിയ മോളിക്യൂൾസ് ആണ് ഇപ്പൊ അതിനകത്ത് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടോ ഫിനാൻത്രോളിൻ, ഇതിനൊക്കെ ഹാവിംഗ് വേക്കന്റ് പൈ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. അപ്പൊ വേക്കന്റ് ആയിട്ടുള്ള ആന്റി ബോണ്ടിങ് പൈ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ അത് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നു. So charge transfer എന്ന് പറയുന്നത് is related to an oxidation reduction reaction. If the ligand is of low electronegativity, the charge transfer ligand to metal may be easy. For example, CuCl4. ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം ligand to metal charge transfer transition ആണ്. കാരണം നമ്മുടെ അടുത്ത ligand എന്ന് പറയുന്നത് ക്ലോറൈഡ് ആണ്. സോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ കളേർഡ് ആയിരിക്കും. ഇവിടെ ബ്രോമിൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ്. ഇപ്പൊ ക്ലോറൈഡിന്റെ കേസ് പറഞ്ഞ CuCl4, അതേപോലെ CuBr4 നമുക്ക് പറയാം. Bromine is less electronegative than chloride. So bromine transfers its charge to metal more easily than chlorine. So the color of bromo complex is more intense. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരികയാണ്. Why bromine is more intense colors for copper complex of bromine is more intense. അല്ലെങ്കിൽ CuBr4 is more intense than CuCl4 എന്ന് ചോദിക്കുകയാണെങ്കിൽ
നമുക്ക് പറയാം bromine is more electronegative when compared with the chlorine. അപ്പോൾ the bromine can transfer its charge to copper easily than chlorine, so the color of the bromo complex is more intense. അതേപോലെ നമ്മളൊരു കോംപ്ലക്സ് നോക്കിയാണ് cobalt NH3 5 times X can be any halogen 2 plus. Absorption progressively increases in the order I minus is less than bromine minus is less than Cl minus is less than F minus. It is easy for I minus. Least energy is involved and most difficult with F minus. F minus എന്ന് പറയുന്ന high energy ആണ് compared with iodine. iodine എന്ന് പറയുന്ന low energy ആണ്. ഈസി ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എഫ് എന്ന് പറയുന്നത് ഒന്നാമത് സൈസ് ചെറുതാണ്, അപ്പം ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുന്നതനുസരിച്ച് കോംപ്ലക്സിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് മോർ ഇന്റൻസ് ആയിട്ട് വരും. നമുക്കപ്പോൾ ഇനി ഹാലജൻസിന്റെ കേസസ് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് കളറിന്റെ വ്യത്യാസം വരുന്നു, എന്തുകൊണ്ട് കോംപ്ലക്സ് ഇന്റൻസ് ആയിട്ട് വരുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ച് പറയാം. ഈസി ആയിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് മോർ ഇന്റൻസ് കളേർഡ് ആയിരിക്കും. മെജോറിറ്റി ഓഫ് CT കോംപ്ലക്സസ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽ ഇൻവോൾവ്സ്, ഇത് എല്ലാ കേസസും കൂടുതലും നടക്കുന്നത് ലിഗാൻഡ് ടു മെറ്റൽ ട്രാൻസ്ഫർ കേസസ് ആണ്. ചില കേസസ് മാത്രമാണ് മെറ്റൽ ടു ലിഗാൻഡ് നടക്കുന്നത്. അത് കോംപ്ലക്സ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വലിയ മോളിക്യൂൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ലിഗാൻഡ്സ് ആയിട്ട് വരുന്ന കേസസിൽ മെറ്റൽ ടു ലിഗാൻഡ് ആയിരിക്കും നടക്കുക. ഫോർ എക്സാമ്പിൾ Fe2 ഡൈപിരിഡൈൽ കോംപ്ലക്സ്, അങ്ങനത്തെ കേസിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ occurs from iron to ഡൈപിരിഡൈൽ. ഇനി നമുക്ക് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷനും DD ട്രാൻസിഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷനിൽ നടക്കുന്ന സമയത്ത് അതിനകത്ത് ഡി ഇലക്ട്രോൺസ് ഉണ്ടാവണമെന്നൊന്നുമില്ല. D0 സ്റ്റേറ്റിൽ വേണമെങ്കിലും ട്രാൻസിഷൻസ് നടക്കാം. പക്ഷെ DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ there should be a D ഇലക്ട്രോൺ, അത് പറയാം. പിന്നെ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് അലൗഡ് ട്രാൻസിഷൻ ആണ്. എന്നാൽ DD ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ രണ്ട് രീതിയിൽ നടക്കാം. ലിഗാൻഡ് ടു മെറ്റൽ നടക്കാം, അല്ലെങ്കിൽ മെറ്റൽ ടു ലിഗാൻഡ് നടക്കാം. ഇപ്പൊ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ റെഡോക്സ് പ്രോസസ് ആണ്. അപ്പൊ മെറ്റലിന്റെ ചാർജ് വ്യത്യാസം വരുന്നുണ്ട് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ. പക്ഷെ DD ട്രാൻസിഷനിൽ അങ്ങനെ ഒരു മെറ്റലിന്റെ ചാർജിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇത് അലൗഡ് ട്രാൻസിഷൻ ആയതുകൊണ്ട് ഇന്റൻസ് കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും തരുന്നത്. ഇവിടെ പെയിൽ കളേർഡ് ആണ്. ഇവിടെ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ നടക്കുന്ന വേക്കന്റ് ഓർബിറ്റൽ ടു ഫിൽഡ് ഓർബിറ്റലിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇവിടെ ഡിയില് കമ്പയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആയിട്ട് നടക്കും. അതൊന്ന് കമ്പാരിസൺ വേണമെങ്കിൽ ചോദിക്കാം. അതൊന്നും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയാണ് നമ്മുടെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോംപ്ലക്സ് വരുന്നത്. ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ, സനാബെ-സുഗാനോ ഡയഗ്രാം, ഓർഗൽ ഡയഗ്രാം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നെഫ്ലോസെറ്റിക് എഫക്റ്റ്, അതെല്ലാം നോക്കി കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.